ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന ബുൾഡോസർ രാജ് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമെന്ന് സുപ്രീം കോടതി. പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്ന ജഡ്ജിയാകാൻ ഭരണകർത്താക്കൾക്ക് അവകാശമില്ലെന്നും അധികാര ദുർവിനിയോഗമാണിതെന്നും സുപ്രീം കോടതി. അനധികൃത നിർമ്മാണങ്ങൾ നീക്കുന്നതിനുള്ള മാർഗരേഖയും സുപ്രീം കോടതി പുറത്തിറക്കി. ബി.ജെ.പി. ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളുടെ വീടുകൾ പൊളിക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് ജസ്റ്റിസ് ബി.ആർ. ഗവായ്, കെ.വി. വിശ്വനാഥൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. ഒരു പ്രതി കുറ്റക്കാരനാണോ എന്ന് തീരുമാനിക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും കോടതികളാണ്. പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്ന ജഡ്ജിയാകാൻ ഭരണകർത്താക്കൾക്ക് അവകാശമില്ലെന്നും അധികാര ദുർവിനിയോഗമാണിതെന്നും സുപ്രീം കോടതി തുറന്നടിച്ചു. പാർപ്പിടം എന്നത് ഒരു പൗരന് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശമാണ്. ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നത് പ്രധാനമാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അനധികൃത നിർമ്മാണങ്ങൾ നീക്കുന്നതിനുള്ള മാർഗരേഖയും സുപ്രീം കോടതി പുറത്തിറക്കി. 15 ദിവസത്തിനു മുമ്പ് നോട്ടീസ് നൽകി ഇരകൾക്ക് അപ്പീൽ നൽകാനുള്ള സാവകാശം നിയമപരമായ അവകാശവും ഉറപ്പുവരുത്തുന്ന മാർഗരേഖയാണ് പുറത്തിറക്കിയത്. ബി.ജെ.പി. ഭരിക്കുന്ന ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതി ഉത്തരവ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ വർഗീയ ആക്രമണമായിട്ടായിരുന്നു ബി.ജെ.പി. ബുൾഡോസർ രാജ് പ്രയോഗിച്ചിരുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം CPIM അടക്കം പ്രതിപക്ഷ പാർട്ടികൾ തീർത്തിരുന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കരാട്ട് ബുൾഡോസർ രാജിനെതിരെ നടത്തിയ പ്രതിഷേധവും ദേശീയ തലത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.